ഹായ് ഹലോ വെൽക്കം യു ഓൾ ടു വിപ്രാസ് വിദ്യ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ പാർട്ടിലെ ഒരു 25 MCQs ആയിരിക്കും. എക്സ്പെഷ്യലി നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിലെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നതിലെ മീഡിയൻ മോഡ് ഈ ഏരിയയിൽ നിന്നുള്ള സെക്ഷൻ ആയിരിക്കും. സോ വിത്തൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് സ്റ്റാർട്ട് ദ സെക്ഷൻ. സോ നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 25 MCQs ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഈ 25 MCQs തീർച്ചയായിട്ടും വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ബേസ് ലെവൽ മുതൽ അപ്പർ ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു പാറ്റേണിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ നേച്ചർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിന്റെ നേച്ചർ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളുടെ ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അപ്പൊ അത് എങ്ങനെയായിരിക്കും നമുക്കറിയാം അല്ലെ. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും എന്ത് രീതിയിലായിരിക്കും വരുന്നത്? അത് നമ്മൾ ഒരു ഡിസ്ക്രിപ്റ്റീവ് ബേസിസിലായിരിക്കും വരുന്നത്, റാദർ ദാൻ എ സബ്ജക്റ്റീവ് അനാലിസിസ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റീവ് ബേസിസിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നതിനേക്കാളും എപ്പോഴും ഇവിടെ വരുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി മച്ച് മോർ ഓഫ് എ ഡിസ്ക്രിപ്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തിവിടെ സ്റ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റും? ഇറ്റ് വിൽ ബി ആ ഡിസ്ക്രിപ്റ്റീവ് ബേസിസ് എന്ന് പറയാൻ പറ്റും. നമ്മൾ കൺക്ലൂഷൻസ് എത്തുന്നു, ഡാറ്റ അനാലിസിസ് ചെയ്യുന്നു, അതെല്ലാം നമ്മൾ എഴുതുന്ന ജസ്റ്റ് എന്തായിട്ടാണ്? ജസ്റ്റ് ഒരു എന്തായിട്ടല്ല നമ്മൾ എഴുതുന്നത്, ഒരു പരത്തി അങ്ങ് എഴുതുവല്ല ചെയ്യുന്നത്. റാദർ നമ്മൾ അവിടെ ചെയ്യുന്നത് എന്താണ്? വി ആർ ജസ്റ്റ് ഗോയിങ് ഓൺ ഫോർ ദ ടാബുലേഷൻ പർപ്പസസ്, അല്ലെങ്കിൽ വി ആർ ഗോയിങ് ഫോർ എ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഡിസ്ക്രിപ്റ്റീവ് ബേസിസിനാണ് നമ്മൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ സിൻസ് അങ്ങനെ നമ്മൾ ഒരു ഒരു ഡിസ്ക്രിപ്റ്റീവ് ബേസിസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ പറയാനായിട്ട് പറ്റും എല്ലാ തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസ് എന്ന് പറയുന്നതും ജനറലി എന്തായിരിക്കും സ്റ്റുഡൻസ്? യെസ്, ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഷേപ്പ് ഓഫ് ഫ്രീക്വൻസി കർവ്. ഫ്രീക്വൻസി കർവിന്റെ ഷേപ്പ് എന്തായിരിക്കും? കം ഓൺ. യെസ്, എല്ലാവർക്കും പറയായിരിക്കും അത് ജെ ഷേപ്ഡ് ആണോ? നോ, നോട്ട് പോസിബിൾ. എസ് ഷേപ്പ്? നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. യു? ഇറ്റ്സ് നോട്ട് പോസിബിൾ. വി? ഇറ്റ്സ് നോട്ട് പോസിബിൾ. It cannot be a question. Yeah, it can be a question. എന്താണ് question? What is the question? It cannot be. Cannot be ഏതായിരിക്കും വരിക? Yes, obviously correct. നമ്മളുടെ വി ഷേപ്ഡ് കർവ് ആയിരിക്കും. ഒരിക്കലും നമുക്ക് എന്ത് സ്റ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു ഫ്രീക്വൻസി കർവ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി കർവ് മെഷേഴ്സ് സെൻട്രൽ ടെൻഡൻസി, ഡിസ്പേർഷൻ, അതെല്ലാം കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ചില കുട്ടികൾ അതിന് മുമ്പ് പഠിക്കാറുണ്ട്. ഓക്കെ, സോ ഗ്രാഫിക്കൽ പ്രസന്റേഷനെയാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. സോ എന്താണ് അവിടെ വരുന്നത്? അവിടെ കൂടുതലായിട്ടും ടച്ച് വരുന്നത് ഇറ്റ് ഇസ് മോർ ഓഫ് എ ബേസിസ് ഓഫ് എ ഫ്രീക്വൻസി കർവ് പോസ്റ്റുലേഷൻ ആണ് വരുന്നത്. അതിന് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഇറ്റ് ഇസ് മച്ച് മോർ ഓഫ് എ V-shaped pattern അല്ലെങ്കിൽ V-shaped curve എന്നുള്ളതാ പറയുന്നത്. So it cannot be a V-shaped curve. Moving on to the next question. The lowest and highest value that can be induced in a class. എന്തായിരിക്കും the lowest and the highest value? What are they? Lowest value വരിക, അതുപോലെ തന്നെ highest value വരിക. What are they generally called? Class interval? No. Class interval എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് പറയാം? അപ്പർ ലിമിറ്റ്, ലോവർ ലിമിറ്റ് എന്ന് പറയാം. സപ്പോസ് യു ആർ റൈറ്റിംഗ് 5 to 10 എന്ന് പറയുന്ന സമയത്ത് ദിസ് ഇസ് യുവർ ലോവർ ലിമിറ്റ് ആൻഡ് ദിസ് ഇസ് യുവർ അപ്പർ ലിമിറ്റ്. അങ്ങനെ നിങ്ങൾക്ക് പോസ്റ്റുലേറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ യു ഹാവ് ക്ലാസ് ഫ്രീക്വൻസീസ് അല്ലെ. ക്ലാസ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എത്ര നമ്പർ ഓഫ് ഐറ്റംസ് അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് വാല്യൂസ് അവിടെ പോസ്റ്റുലേറ്റ് ചെയ്ത് വരുന്നുണ്ട്, അതിനെയാണ് സ്റ്റുഡൻസ് എന്തായിട്ട് നിങ്ങൾ വിളിക്കുന്നത്? What do you call it? You call it as class frequency അല്ലെങ്കിൽ ക്ലാസ്, ആ ഒരു പെർട്ടിക്കുലർ ക്ലാസ് ഇന്റർവെല്ലിൽ വരുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസിനെയാണ് യു കോൾ ഇറ്റ് as ക്ലാസ് ഫ്രീക്വൻസി. നെക്സ്റ്റ് ഇസ് എ ക്ലാസ് ലിമിറ്റ്. ക്ലാസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പർ ലിമിറ്റ്, ലോവർ ലിമിറ്റ്, അതിനെയാണ് ജനറലി നിങ്ങൾ ക്ലാസ് ലിമിറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് മിഡ് പോയിന്റ്. മിഡ് പോയിന്റ് മീൻസ് 5 to 10 വരുമ്പോൾ നമ്മൾ അതിന്റെ 5 plus 10 divided by 2, 7.5. that will be your middle point or midpoint. So what is the lowest and highest value that can be included in a class called? എന്തായിരിക്കും വിളിക്കുന്നത്? Yes, come on. What the lowest and the highest values? It's not value, it is എന്താണ് അത്? വാല്യൂ അല്ല, it is values. Okay, so എന്തായിരിക്കും? It is nothing other than class frequencies. ആദ്യം ക്ലാസ് ലിമിറ്റ് എഴുതി വെക്കരുത്. ഇവിടെ വാല്യൂ എന്ന് പറയുകയാണെങ്കിൽ you can write it as class limit, but it is a values. That means അതിന്റെ ഉള്ളിൽ വരുന്ന എല്ലാ എലിമെന്റ്സിനെയും നമ്മൾ അവിടെ എടുക്കുന്നുണ്ട്. So you can postulate or you can state it without any much എന്താണ്, നമുക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ തന്നെ പറയാനായിട്ട് സാധിക്കും. It is class frequency.
Moving on to the next question. The span of a class, that's the difference between upper limit and lower limit, is called, or it is known as class midpoint. No, class midpoint എന്ന് എന്താ മിഡിൽ മോസ്റ്റ് വാല്യൂ ആണ് വരുന്നത്. ഓക്കെ, സപ്പോസ് ഞാനും നിങ്ങളും എല്ലാവരും കൂടെ ഇങ്ങനെ നിൽക്കുവാന്ന് വിചാരിക്കുക. സോ ഫോർ എക്സാമ്പിൾ നമ്മളൊരു 50 പേരുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 51 പേരുണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ ഒത്ത നടുവിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവില്ലേ, അതിനെയാണ് നമ്മൾ ക്ലാസ് മിഡ് പോയിന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലാസ് ലിമിറ്റ്, what is class limit? Yeah, upper limit, lower limit. Yes, obviously it is correct. Class frequency, total number of items that is falling under particular classes. Okay, ഒരു particular classന്റെ കീഴിൽ വരുന്ന എന്താണ് total number of items നെയാണ് we postulate it as, or we call it as class frequency. Class interval 5 to 10 എന്ന് പറയുമ്പോൾ 5 ആണ് class interval അല്ലേ. നോക്കിക്കേ, 5 to 10, when you write 5 to 10, when you write 10 to 15, when you write 20 to 25, what is the limit of the class, or the class interval എത്രയാ? 5 ആണ്. Here also 5, here also 5. So what is the class limit? It is 5 എന്നുള്ളതാ പറയുന്നത്. So the difference between upper limit and lower limit, upper limit ഉം lower limit ഉം തമ്മിലുള്ള വ്യത്യാസം, what is it? Yeah, it is class interval. Class limit? No. Class midpoint? No. Class frequency? No, it is class interval. അല്ലേ? upper limit ഉം lower limit ഉം തമ്മിലുള്ള difference ആണ് നമ്മളിവിടെ postulate ചെയ്യുന്നത്. So it will be class interval. Moving on to next question. The number of observations corresponding to a particular class. ഒരു particular class മായിട്ട് കണ്ടിട്ടില്ലേ, 0 to 5. This will be your class and this will be your frequency. So for example 5, then 5 to 10, 10. So ഇതിനെ നമ്മൾ എന്തായിട്ടാണ് സ്റ്റുഡൻസ് വിളിക്കുന്നത്? They are actually called as class frequency. അതിനെ എന്താ വിളിക്കുന്നത്? ക്ലാസ് ഫ്രീക്വൻസി. ഒരു ക്ലാസ്സിൽ, അതായത് 0 to 5 മാർക്ക് കിട്ടിയ കുട്ടികളുടെ ഇടയിൽ എത്ര പേരുണ്ട്? 5 പേരുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ആ 5 എന്ന് പറയുന്നത് എന്താണ്? frequency ആണ് അല്ലേ? Yes. Next question. What is a cumulative frequency? Sorry, cumulative percentage curve called? Frequency polygon? No. Frequency density curve? No. Ogive? Can be. Lorentz curve? Can be. Which one is the answer? Cumulative percentage curve ആണ് നമ്മളോട് ചോദിക്കുന്നത്. Lorentz curve? Is it a cumulative percentage curve? Doubt varum. Yes, obviously it is a cumulative percentage curve തന്നെയാണ്. പക്ഷെ what happens is that അവിടെ എന്താണ് സ്റ്റുഡൻസ് വരുന്നത്? അവിടെ വരുന്ന ഒരു പോസ്റ്റുലേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എന്തിനെ അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഇൻഈക്വാലിറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു എന്ത് വരയ്ക്കുന്നു? ലോറൻസ് ഡയഗ്രാം വരയ്ക്കുന്നു. അതിൽ നമ്മളൊരു ലൈൻ ഓഫ് പെർഫെക്റ്റ് ഇക്വാലിറ്റി വരയ്ക്കുന്നു. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. ജസ്റ്റ് ഒരു റിവിഷൻ പോലെ ആയിക്കോട്ടെ. ഓക്കെ, സോ ദിസ് വിൽ ബി യുവർ ലൈൻ ഓഫ് ഇൻഈക്വാലിറ്റി. അപ്പൊ എന്താണ് നമ്മളുടെ this will be your line of equality, perfect equality എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് എത്രത്തോളം നമ്മളുടെ ലൈൻ എന്ന് പറയുന്നത് ഡിസ്പേഴ്സ് ചെയ്ത് പോകുന്നുവോ അത്രത്തോളം എന്ത് സംഭവിക്കുന്നതാണ് പറയുന്നത്? ഇൻഈക്വാലിറ്റി എലിമെന്റ് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്യും എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യും. നമുക്കത് വേണ്ടാതെ വെക്കണം അല്ലെങ്കിൽ റിമൂവ് ചെയ്യണം, ഇതെല്ലാം നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും. ബട്ട് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഇൻഈക്വാലിറ്റി കൺസ്ട്രെയിൻസ് ഉണ്ടായിരിക്കും. ആൻഡ് ഫാർദർ ദാറ്റ് ലൈൻ, ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു കർവ് എന്ന് പറയുന്നത് എത്രത്തോളം ഡിസ്റ്റന്റ് ആയി നിൽക്കുന്നുവോ ഈ ലൈനിൽ നിന്നും അത്രത്തോളം എന്ത് സംഭവിക്കുകയാണ് അല്ലെങ്കിൽ എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാണ് ചെയ്യുന്നത്? ഇൻഈക്വാലിറ്റി കണ്ടന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതല്ല ഇവിടെ ചോദിച്ചത്, ഇൻഈക്വാലിറ്റിയെ കുറിച്ചല്ല ചോദിച്ചത്. ഇവിടെ എന്താ, വിച്ച് ഇസ് ദ ക്യുമുലേറ്റീവ് പെർസെന്റേജ് കർവ് ആ ചോദിച്ചത്. വിച്ച് ഇസ് ദ ക്യുമുലേറ്റീവ് പെർസെന്റേജ് കർവ്? നത്തിങ് അതർ ദാൻ ദാറ്റ് it is ogive curve അല്ലെ? ക്യുമുലേറ്റീവ് പെർസെന്റേജ് ആണ്. നമ്മൾ ക്യുമുലേറ്റീവ് പെർസെന്റേജ് വെച്ചിട്ടല്ലേ ഒജീവ് കണ്ടുപിടിക്കുക. ലെസ് ദാൻ, മോർ ദാൻ ഒക്കെ വെച്ച് കണ്ടുപിടിച്ചു. ഒജീവിനെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? എന്ത് കണ്ടുപിടിക്കാനാണ് ഉപയോഗിക്കുന്നത്? യെസ്, നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കാനാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് മോഡ് നമ്മൾ എന്ത് ഉപയോഗിച്ചാ കണ്ടുപിടിക്കുക? മോഡ്, യെസ്, ഇറ്റ് ഇസ് നൺ അതർ ദാൻ ഹാർമണിക് മീൻ. യാ, അപ്പൊ ഇത് രണ്ടും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോളോയിങ് ഒരു ഗ്രാഫിക്കൽ മെത്തേഡ്. നമുക്കറിയാം അല്ലെ, വരച്ചു കാണിക്കുന്ന എല്ലാം തന്നെ ഗ്രാഫിക്കൽ മെത്തേഡ് ആണ് അല്ലെ? ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ ചോദിച്ചത് എന്താ? ഫ്രീക്വൻസി പോളിഗൺ ആണോ, ഹിസ്റ്റോഗ്രാം ആണോ, ഒജീവ്സ് ആണോ, മീൻ ആണോ എന്ന് ചോദിച്ചേ. നമുക്ക് ബിയോണ്ട് ഡൗട്ട് പറഞ്ഞൂടെ? ഫ്രീക്വൻസി പോളിഗൺ ഗ്രാഫ് ആണെന്ന് പറയാം അല്ലെ? അതെ, ഗ്രാഫ് ആണ്. ഹിസ്റ്റോഗ്രാം ഗ്രാഫ് ആണ്. ഒജീവ്സ് ഗ്രാഫ് ആണ്. മീൻ ഗ്രാഫ് ആണോ? നോ, ഇറ്റ്സ് നോട്ട് എ ഗ്രാഫ്. നോ, അല്ല അല്ലെ? അതെന്താണ്? നമ്മളൊരു മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ വെച്ച് അതിനെ സ്റ്റേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. Moving on to the next question. Statistical investigation involves collection of data, classification of data, tabulation, none of the above. What is the question? Statistical investigation. എപ്പോഴാണ് നമ്മൾ ഒരു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക ഒരു കാര്യത്തെ കുറിച്ച്? ഇങ്ങനെയാണോ അങ്ങനെയാണോ നമ്മൾ എപ്പോഴായിരിക്കും നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കാണാം? യെസ്,
അബ്സല്യൂട്ട്ലി കറക്റ്റ്. അതായത് നമുക്ക് എപ്പോഴും ഒരു ഇൻവെസ്റ്റിഗേഷൻ ടെൻഡൻസി എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഡാറ്റയുടെ സമയത്തായിരിക്കും അല്ലെ. നമ്മൾ ആൾക്കാരെ പോയി കാണുന്നു, നമ്മൾ ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യുന്നു. ഇറ്റ് ക്യാൻ ബി സ്കെഡ്യൂൾ ഓർ ഇറ്റ് ക്യാൻ ബി ഇന്റർവ്യൂ. ദ സ്കെഡ്യൂൾസ് ആൻഡ് ഇന്റർവ്യൂസ്. സ്കെഡ്യൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്വസ്റ്റിനെയർ കയ്യിൽ വെച്ചിട്ട് അവരോട് നമ്മൾ എൻക്വയർ ചെയ്യുന്നു, അപ്പം തന്നെ നമ്മൾ എഴുതിയെടുക്കുന്നു. ദ ഇന്റർവ്യൂ ഓക്കെ, ദ ഇന്റർവ്യൂവർ എന്ത് ചെയ്യുന്നു, ഡാറ്റ കളക്ട് ചെയ്യുന്നു. ഓൺ ദ അതർ ഹാൻഡ് നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നു. ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഫില്ല് ചെയ്യേണ്ട ആളുടെ കയ്യിൽ കൊടുക്കുവാണ്, ഞാൻ നിങ്ങൾക്കായി തരികയാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ എന്തായിരിക്കും വിളിക്കുന്നത് സ്റ്റുഡൻസ്? Yes, that is called as questionnaire. On the other hand, I am collecting information from you. Suppose such a process is being undertaken. അതിനെ എന്തായിട്ടാ പറയുന്നത്? Schedule. It's not schedule, it is schedule എന്നുള്ളതായിട്ടാണ് നമ്മൾ പറയുന്നത്. So ഏറ്റവും കൂടുതൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ, I would use the name ഇൻവെസ്റ്റിഗേഷൻ. എപ്പോഴും നിങ്ങൾ നെറ്റ് ട്രസ്റ്റ് ചെയ്യുന്ന സമയത്ത്, നെറ്റിന് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയത്ത് you need to pay attention to pay high importance to keywords. Okay, keywordsലേക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പരത്തി അങ്ങ് വായിക്കരുത്, keywords. Okay, and when you develop the habits of learning these keywords, it will be much more easier for you to attend each and every exam. Okay, so keywords പഠിക്കുക. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നതാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. അവിടെ ഏതായിരിക്കും വരിക? കളക്ഷൻ ഓഫ് ഡാറ്റ അല്ലെ. കളക്ഷൻ ഓഫ് ഡാറ്റയിലല്ലേ നമ്മൾ പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റയിലേക്ക് പോകുന്നു. പ്രൈമറി ഡാറ്റയിൽ ഇന്റർവ്യൂ, സ്കെഡ്യൂൾസ്, മെയിൽഡ് ക്വസ്റ്റിനെയർ, അങ്ങനെ പലതരത്തിലുള്ള മെത്തേഡ്സിലേക്ക് നമ്മൾ പോകുന്നു. സോ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് കൂടുതലായിട്ടും വരുന്നത് ഏതിലായിരിക്കും സ്റ്റുഡൻസ്? കളക്ഷൻ ഓഫ് ഡാറ്റയിലായിരിക്കും വരുന്നത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഏരിയ, task markers. It is also called class midpoint. It's the midpoint of lower and upper class limit obtained by adding the lower and upper class limits and dividing by 2. What is class mark? ഇതെല്ലാമാണ് ക്ലാസ് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലാസിന്റെ മിഡ് പോയിന്റിന് ക്ലാസ് മാർക്ക് എന്ന് പറയും. അതുപോലെ തന്നെ അപ്പർ ലിമിറ്റിന് ലോവർ ലിമിറ്റിന് മിഡിൽ വാല്യൂ, അത് തന്നെയല്ലേ മിഡ് പോയിന്റ്. Yeah, that's also called mid class mark obtained by adding the lower and upper class limit divided by 2. അങ്ങനെയല്ലേ നമ്മൾ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. അതും എന്ത് തന്നെയാണ്? ഇതേ ആൻസർ തന്നെയാണ് വരുന്നത്. So everything falls to this particular thing. അടുത്തത്, next question. The median is affected by extreme scores, the middle point, the average, the highest number. Beyond doubt നമുക്ക് പറയാം അല്ലെ, മീഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? It is nothing other than the മിഡിൽ പോയിന്റ് ആണ് അല്ലെ. മിഡിൽ വാല്യൂനെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്? മീഡിയൻ എന്നുള്ളത് വിളിക്കുന്നത്. മീഡിയനില് ഡീവിയേഷൻസ് എഫക്ട് ചെയ്യോ? ഇല്ല. മീഡിയനിൽ എന്ത് ചെയ്യില്ല സ്റ്റുഡൻസ്? ഡീവിയേഷൻസ് എഫക്ട് ചെയ്യില്ല. ഓക്കെ, സോ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മോസ്റ്റ് ഫ്രീക്വൻസി ഒക്കറിംഗ് നമ്പർ ഇൻ എ സെറ്റ് ഓഫ് വാല്യൂസ്. സിമ്പിൾ. ഒരു സെറ്റ് ഓഫ് വാല്യൂല് സേ ഫോർ എക്സാമ്പിൾ 2, 3, 4, 5, 3, 3, 3, 1, 2 ഇങ്ങനെ നമ്മൾ പറയാന്ന് വിചാരിക്കാം. ഇതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ, ഇതൊരു സെറ്റ് ഓഫ് വാല്യൂസ് ആണ്. ഈ വാല്യൂസിന്റെ അകത്ത് ഒരു സെറ്റ് ഓഫ് നമ്പർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന നമ്പറിനെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്? ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, 3 ഉണ്ട്, 3 ഉണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന നമ്പർ ഏതാണ്? 3 ആണ് വരുന്നത്. സോ സ്റ്റുഡൻസ്, ഇവിടെ ഏറ്റവും റിപ്പീറ്റഡ് ആയി വരുന്ന വാല്യൂവിനെ നമ്മൾ മീഡിയൻ എന്നാണ് വിളിക്കുക? അല്ല. മീഡിയൻ എന്തുവാ? യെസ്, മിഡിൽ മോസ്റ്റ് വാല്യൂ ആണ് മീഡിയൻ. മോഡ് എന്താ? ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വാല്യൂ. അപ്പൊ യുവർ ആൻസർ വിൽ ബി മോഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ മെഷർ ഓഫ് വേരിയബിലിറ്റി? മെഷർ ഓഫ് വേരിയബിലിറ്റി അല്ലാത്തത് ഏതാണെന്നാ ചോദിക്കുന്നത്. അതായത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. മീഡിയൻ അത് ഏതാ വരിക? മീഡിയൻ ഏതാ വരിക? മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് അല്ലെ, ബി എക്ക് നമ്മൾ ആദ്യം പഠിക്കുന്ന മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ്. റേഞ്ച് അത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ആരാ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ടുവന്നേ? യെസ്, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആണ്. വേരിയൻസ്, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ വേറെ പേര് റൂട്ട് മീൻ സ്ക്വയർ എന്ന് പറയും. വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമ്മൾ പറയണേ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയറിനെ നമ്മൾ എന്തായിട്ട് പറയും സ്റ്റുഡൻസ്? വേരിയൻസ് എന്ന് പറയും. സോ വാട്ട് വിൽ ബി ദ ആൻസർ? ഹിയർ ദ ആൻസർ വിൽ ബി median. Okay, I think it's clear for everyone. So let's proceed to the next question. Which measure of central tendency, just 1 minute, which measure of central tendency takes into account the magnitude of scores? Okay, magnitude of scores. It is mean, median, mode, range,
മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്കോഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. ആ സ്കോർ എങ്ങനെയാണ് ഇപ്പൊ ഒരു കുട്ടി ഒരു പെർട്ടിക്കുലർ ചൈൽഡ്, ആ ചൈൽഡിന് സപ്പോസ് 4 സബ്ജക്ട്സ് ഉണ്ട് അല്ലെങ്കിൽ 5 സബ്ജക്ട്സ് ഉണ്ട്. ആ 5 സബ്ജക്ട്സിലും 100 കിട്ടുവാണെങ്കിൽ ആ കുട്ടിയുടെ ആ ഒരു പെർഫോമൻസിനെയാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഷീ ഈസ് എക്സ്ട്രാ ഓർഡിനറി ടാലന്റഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 500 പേർക്ക് കിട്ടുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ആണ് നമുക്ക് അവിടെ കാണിച്ചു തരുന്ന ആ കുട്ടിയുടെ. യെസ്, സോ വിച്ച് വൺ വിൽ ബി യൂസ്ഡ്? മീൻ ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. Next is density test is used for. Density test ഏതിനാണ്? ക്വാർട്ടൈൽ, മോഡ്, മീൻ, മീഡിയൻ. ഏതിനാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക? മോഡിനാണ്. മോഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഏത് വരുന്നത്? ഡെൻസിറ്റി ടെസ്റ്റ്. നമുക്ക് പല ടെസ്റ്റുകൾ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവും മുമ്പേ. സർക്കുലർ ടെസ്റ്റ്, ടൈം റിവേഴ്സൽ ടെസ്റ്റ്, factor reversal test, ഇങ്ങനെ എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. So when you go for Vipras Vidya's app, you can see and you can watch all those things over there. Okay, so ആ ആപ്പിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് അത് എങ്ങനെയാണ് ഫാക്ടർ റിവേഴ്സൽ വരുന്നത്, ടൈം റിവേഴ്സൽ വരുന്നത് എല്ലാം നമ്മൾ അവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സോ അതിൽ വരുന്ന ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് ആണ് ഡെൻസിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഡെൻസിറ്റി ടെസ്റ്റ് is normally applied in the case of mode. Now moving on to the next question, which of the following is a positional average? ഒരു positional average ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. Median, it is a positional average. Mode, it is also a positional average. So the answer will be A and B. So ഏതാ mathematical average? Geometric mean, arithmetic mean, combined mean, the normal mean. ഇതെല്ലാം എന്താണ് students? These all are called as mathematical averages. So now next question, which of the following is a mathematical average? Beyond doubt നമുക്ക് പറയാല്ലേ, ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടല്ലോ. മീൻ, mathematical average. Geometric mean, mathematical average. Harmonic mean, mathematical average. So the answer will be all of the above. Now moving on to the next question, which mean is used to find the average percentage increase in variables? Average percentage increase ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പെർസെന്റേജ് ഇൻക്രീസ് കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബിയോണ്ട് ഡൗട്ട് നമുക്കറിയാം. റേഷ്യോ, പെർസെന്റേജ്, ഈ കാര്യങ്ങളെല്ലാം വരുമ്പോൾ നമ്മൾ percentage, ratio, ഈ കാര്യങ്ങളെല്ലാം വരുമ്പോൾ നമ്മൾ ഏതാ നോക്കുക? Geometric mean, nothing other than that. Okay, now speed നോക്കുകയാണെങ്കിൽ, സ്പീഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ you can use എന്താണ്? Harmonic mean. Which is considered to be the best average in construction of index numbers? Index number construct ചെയ്യുന്ന സമയം നമുക്കറിയാം index numbers ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ലാസ്പിയർ ഉണ്ട്, പാച്ചീസ് ഉണ്ട്, ഡോൺബിഷ് ഉണ്ട്, കെല്ലി ഉണ്ട്, മാർഷൽ ഉണ്ട്. ഇതിന്റെ എല്ലാ ഫോർമുലാസും ഉണ്ട്. I think that you all remember these. Otherwise, just go and check the Vipras Vidya app. You will get it from there. Okay, so ഇതാണ് ഇവിടെ ആക്ച്വലി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് നമ്മളോട് ചോദിച്ചത്? ഏറ്റവും ബെസ്റ്റ് ആവറേജ് ഏതാണെന്നാ ചോദിച്ചത്. ഏതാ സ്റ്റുഡൻസ് ബെസ്റ്റ് ആവറേജ്? ടിപ്പ് പറഞ്ഞുതരാം. ഓക്കെ, ഇങ്ങനെ കുറച്ച് ടിപ്പ് ഒക്കെ നമ്മളെ ആപ്പിൽ നിന്ന് കിട്ടും കേട്ടോ. എന്താണ് നമ്മളെ ടിപ്പ്? അതായത് ക്വസ്റ്റ്യനില് ജോമെട്രിക് മീൻ വന്നു എന്ന് വിചാരിക്കാം. 99% I would say that the answer will be geometric mean itself. Okay, so here also the answer is geometric mean. Now, moving on to the next question, the measure of central tendency which appears in the middle of an ordered sequence. Simple question അല്ലേ? മിഡിൽ ഏതാണ് വരിക എന്നാ ചോദിക്കുന്നത്. നമുക്കൊരു സീരീസ് തരികയാണെങ്കിൽ അതിന്റെ മിഡിൽ വാല്യൂല് ഏതാണ് വരിക എന്നാണ് ചോദ്യം. ഇറ്റ് ഇസ് നത്തിങ് അതർ ദാൻ മീഡിയൻ അല്ലേ? ബിയോണ്ട് ഡൗട്ട് നമുക്ക് പറയാം ഇറ്റ് ഇസ് നത്തിങ് അതർ ദാൻ മീഡിയൻ. കാരണം മിഡിൽ മോസ്റ്റ് വാല്യൂ അല്ലേ വരുന്നത്. Next, the most commonly observed value in a set of data. Most commonly നമുക്ക് regular ആയി കാണാൻ പറ്റുന്ന വാല്യൂ അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായി കാണാൻ പറ്റുന്ന വാല്യൂ, അതിന് എന്താ സ്റ്റുഡൻസ് പറയാ? Nothing other than mode. Moving on to the next question, the sum of the deviation from arithmetic mean. നിങ്ങൾ എല്ലാവരും by heart പഠിച്ചിട്ടുണ്ടാവും. Arithmeticന്റെ property ആണ് arithmetic mean. It is 0. But sum of the squared of deviations from arithmetic mean എന്തായിരിക്കും? Minimum ആയിരിക്കും. Sum of the square of deviations from arithmetic mean minimum ആയിരിക്കും. Sum of deviations എന്ന് പറയുന്നത് 0 ആയിരിക്കും. Okay, yeah, moving on to the next question. In any set of numbers, the geometric mean exists only when all the numbers are negative, positive 0 or negative positive 0. എപ്പോഴും ഇതൊരു കണ്ടീഷൻ ആണ്. ജോമെട്രിക് മീൻ എന്ന് പറയുന്നത് നമുക്ക് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ അവിടെ എല്ലാ നമ്പേഴ്സും എന്തായിരിക്കണം? All numbers must be yeah, spectacular. It must be positive എന്നാണ് പറയുന്നത്. Moving on to the next one, which one of the following statistical measures not expected by extremely large or small values? ഞാൻ മുമ്പേ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഏതിലാണ് നമുക്ക് അധികം ഡിസ്പേർഷൻ അല്ലെങ്കിൽ അധികം വാല്യൂ ചേഞ്ചസ് വരാത്തത്? യെസ്, മീഡിയൻ. ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ഏതാ? മീനെയാണ് എഫക്ട് ചെയ്യുന്നത്.
Moving on to the next question. Which of the following is based on all items? എല്ലാ ഐറ്റംസിനെയും ബേസ് ചെയ്യുന്ന ഏതാണ്? ഞാൻ പറഞ്ഞു തന്നൂല്ലേ ടിപ്പ്, നമുക്ക് geometric mean തന്നിട്ടുണ്ടെങ്കിൽ don't go for anything else. Answer will be geometric mean itself. Moving on to the next question. Central tendency involves average, dispersion, correlation. Measures of central tendency. അത് ഏതാണ് വരിക students? Yes, nothing other than that of average. അത് തന്നെയാണ് അതില് വരുന്നത്. Now, moving on to the next one. Arithmetic average can be simplified by changes in origin, changes of scale, both A and B. ഏതായിരിക്കും വരിക? Yes. Yes. Both ആണ് ഇവിടെ വരുന്നത്. Okay, it is both. So, നമ്മൾ ഇവിടെ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞത് 25 questions നമ്മൾ ഡിസ്കസ് ചെയ്യും എന്നുള്ളതായിരുന്നു. And one question is a bonus for you. Okay, so keep enjoying, keep learning. Okay, so thank you for listening me. Thank you and all the best for your exam.